സെർബിയ എന്ന് പറയുന്ന ഒരു മണ്ണിൽ വന്ന് കാലുകുത്തി അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഭൂമിയിലൂടെ, മണ്ണിലൂടെ, റോഡിലൂടെ. അവിടെ നിന്ന് നമ്മൾ ടൗണിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ വായിച്ചറിഞ്ഞതുപോലെ വലിയ ദുരന്തത്തിലോ വലിയ പ്രതിസന്ധിയിലോ ഒക്കെ കഴിയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ രൂപഭാവങ്ങളൊന്നുമല്ല. യൂറോപ്പിലെ ഏത് രാഷ്ട്രവും, അത് ദരിദ്ര രാഷ്ട്രമാണെങ്കിലും സമ്പന്ന രാഷ്ട്രമാണെങ്കിലും, അതിൻ്റെ നഗരാസൂത്രണത്തിനും പട്ടണങ്ങൾ രൂപപ്പെട്ടതിനൊക്കെ ഒരു ശാസ്ത്രീയമായ ഒരു സംവിധാനം ഉണ്ടാവും, ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു പ്ലാനിങ് ഉണ്ടാവും. അത് നമുക്കവിടെ വ്യക്തമാണ്, കാണാം. സിസ്റ്റമാറ്റിക്കായിട്ടാണ് സ്ട്രീറ്റുകളും അവന്യൂകളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നഗരത്തിൻ്റെ ഒരു പുതിയ ഭാഗം പിന്നിട്ട് വേണം നമ്മൾ നഗരഹൃദയത്തിലേക്ക് എത്താൻ. ഈ നഗരഹൃദയത്തിലേക്ക് എത്തുമ്പോൾ കഥയാകെ മാറുകയാണ്. അതായത് ഓൾഡ് ടൗൺ ആയിരിക്കുമല്ലോ നഗരഹൃദയം, ചരിത്രപരമായിട്ട്. അതെ, അതിന് പുറത്തേക്കാണ് നഗരം പിന്നീട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഈ ഓൾഡ് ടൗണിലെത്തുമ്പോൾ മുഷിഞ്ഞു പോയ കെട്ടിടങ്ങൾ, പുകഞ്ഞു പോയതെന്ന് തോന്നുന്ന തരം കെട്ടിടങ്ങൾ, ചിലതൊക്കെ തകർന്നു തുടങ്ങിയത് എന്ന് പറയുന്ന കെട്ടിടങ്ങൾ, ഇങ്ങനെയുള്ള കെട്ടിടങ്ങളുള്ള തെരുവുകളിലൂടെയാണ് നമ്മൾ പിന്നെ യാത്ര ചെയ്യുന്നത്. കുറേ ദൂരം അങ്ങനെ ഓടി അതിലെ കുറേ കാഴ്ചകളൊക്കെ ഇയാൾ പറഞ്ഞു തന്നു. അവരത് ബോധപൂർവം സൂക്ഷിച്ചിരിക്കുന്നതാണോ അതോ അങ്ങനെ തന്നെയാണ്? അല്ല, അത് പലതും റിന്യൂ ചെയ്ത് പുതുക്കി വരുന്നുണ്ട്. പക്ഷെ ഇവർ പുതുക്കുമ്പോഴും ആ പഴമയുടെ ഭാവത്തോടു തന്നെ പുതുക്കാൻ ശ്രമിക്കും. പക്ഷേ ഇത് അങ്ങനെ പഴമയുടെ ഭാവത്തോടെ പുതുക്കിയതല്ല. അത് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും ഈ നാറ്റോയുടെ ആക്രമണത്തിൽ തകർന്നു പോയതും ഒക്കെയായ കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമ്മൾ.